എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രശ്നം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രശ്നപരിഹാരത്തിന് മെത്രാപ്പൊലീത്തൻ വികാരിമാരെ മാറ്റി മാറ്റി നിയമിച്ചിട്ടും പ്രശ്നം മാത്രം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും അവസാനം മെത്രാപ്പൊലീത്തൻ വികാരി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ എറണാകുളംകാർ തന്നെ രംഗത്ത് വന്നു. വിമത വിഭാഗത്തെ പാംബ്ലാനി പിതാവ് സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് എറണാകുളംകാർ 2 തവണ പാംബ്ലാനി പിതാവിനെ തടഞ്ഞു വച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് കാരണം വിമത വിഭാഗമാണ് എന്നുള്ള ആരോപണം ശരിയല്ല എന്നാണ് ഈ സംഭവ വികാസങ്ങൾ കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ്. മാർ പാംബ്ലാനി പിതാവിനെ അവഹേളിക്കാനും മെത്രാപ്പൊലീത്തൻ പദവി അസ്ഥിരപ്പെടുത്താനും വേണ്ട നടപടികളാണ് ഇതിന് പിന്നിലെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒരു പരിധിവരെ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. പാംബ്ലാനി പിതാവിനെ ഇങ്ങനെ അവഹേളിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവീൽ വ്യക്തമാക്കി. ഇരുവിഭാഗത്തിൻ്റെയും സമ്മതത്തോടു കൂടിയിട്ടാണ് 4 മാസം മുമ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരിയായി നിയമിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കുക മാത്രമാണ് ഏക പോംവഴി. ക്രിസ്തുവിൻ്റെ പാത പിന്തുടരേണ്ടവർ അതുപേക്ഷിച്ച് സമ്പത്തിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയുക്തനായ 5ാമത്തെ മെത്രാപ്പൊലീത്തൻ വികാരിയാണ് മാർ ജോസഫ് പാംബ്ലാനി. സാധാ ബിഷപ്പുമാരെയും ആർച്ച് ബിഷപ്പുമാരെയും മാറി നിയമിച്ചിട്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്. തൻ്റെ മേലധികാരികളെ ജീവിതാവസാനം വരെ അനുസരിച്ചു കൊള്ളാം എന്നാണ് ഓരോ വൈദികനും ബൈബിളിൽ തൊട്ട് വൈദിക പട്ടമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്നാൽ മാർപ്പാപ്പയുടെ വാക്കിന് പോലും ഒരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത ഇത്തരത്തിലുള്ള വൈദികർ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവും. ഇനി ഈ വൈദികർ അനുസരണശീലവും അതോടൊപ്പം തന്നെ വിശുദ്ധ വചനത്തെ തൊട്ട് സത്യം ചെയ്ത പ്രതിജ്ഞ അത് പാലിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഈ രൂപതയിലെ പ്രശ്നത്തിന് പരിഹാരമാവുകയില്ല.